തിരുവനന്തപുരം പട്ടം ആര്യ സെൻട്രൽ സ്കൂളിന് തൊട്ടടുത്തായിട്ട് നമുക്കിതാ ഈ കാണുന്ന 7 സെൻറ്റ് സ്ഥലത്തൊരു പഴയ വീട് ഉൾപ്പെടെ വാങ്ങാം. നമുക്ക് ശരിക്കും ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ വൈദ്യുതി ഭവന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ആര്യ ഭവൻ സ്കൂളിൻ്റെ വലതുവശത്ത് ആര്യ ഭവൻ സെൻട്രൽ സ്കൂളിൻ്റെ അടുത്തൂടെ കാണുന്ന ആ ഒരു വഴി നമുക്കൊരു 300 മീറ്റർ വന്നു കഴിഞ്ഞാൽ PMRA C63 എന്ന് പറയുന്ന ഈ ഒരു വീട്ടിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് ശരിക്കും റോഡ് ലെവലിനെക്കാട്ടും താഴ്ന്നിട്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ ഇരിപ്പ് കേട്ടോ. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടാണ് ഈ ഒരു വീടിരിപ്പുള്ളത്. ഇതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു മരം നോക്കി, നമ്മൾ 2-3 പേര് പിടിച്ചാലും എത്താത്ത രീതിയിൽ വണ്ണമുള്ള വലിയൊരു മഹാഗണിയാണ് നിപ്പുള്ളത്. ഇതുപോലെ തന്നെ നമുക്കിതിനകത്ത് 2-3 തേക്ക് മരങ്ങളും അതുപോലെ തന്നെ പ്ലാവും ഒക്കെ ഉണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങൾ ഈ കെട്ടിടം തട്ടിക്കളഞ്ഞ് ഇവിടെ പുതിയൊരു കെട്ടിടം ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ താഴെ തന്നെ കെട്ടിപ്പൊക്കി വന്നിട്ടുള്ള ഒരു ഹോസ്റ്റൽ കെട്ടിടമാണ്. 3-4 നിലയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടി. നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നോക്കിയേ, ഇതാ ഈ താഴെ നിന്ന് നമുക്ക് ആ റോഡ് ലെവലിനെക്കാട്ടും താഴ്ന്നിട്ടാണുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഒരു 2 നില അടിയിൽ ചെയ്ത് മേളിലോട്ട് ബാക്കി ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. പക്ഷേ വീട് വന്നിട്ട് താമസയോഗ്യമായിട്ടുള്ള വീടാണ് കേട്ടോ. പഴയതാണെന്നുണ്ടെങ്കിലും താമസയോഗ്യമായിട്ടുള്ള വീടാണ്. നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തതായി ഈ രീതിയിൽ ഇങ്ങനെ ഒരു സ്പേസിലേക്ക് ഇറങ്ങാം. എന്നിട്ട് ഇവിടെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂംസ് എല്ലാം വരുന്നത്. അതുപോലെ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് വിട്ടിട്ടുണ്ട്. ഇവിടെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂംസൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥലം ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. താഴേക്കും കൂടെയുള്ള ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ വില പറഞ്ഞുതരാം. നമുക്ക് നിലവിൽ ഇത് അവിടെ നിന്ന് പാർക്ക് ചെയ്ത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ശരിക്കും ഇതായിരുന്നു അതിൻ്റെ ആദ്യത്തെ വീട് കേട്ടോ. അവർ പിന്നീട് മേളിലേക്ക് പാർക്കിംഗ് ചെയ്താണെന്നാണ് തോന്നുന്നത്. ആ രീതിയിലാണ് എനിക്ക് ആ ഒരു വർക്ക് കണ്ടിട്ട് തോന്നിയത്. നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു കോമൺ സ്പേസ്, നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ്. 2 ബെഡ്റൂമുകളിലും നമുക്കിതുപോലൊരു കബോർഡ് കാണാൻ സാധിക്കും. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സെറ പോലുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അതിന് വേറെ റെനോവേഷൻ വർക്കോ ഒന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല. ഈ വീട് താമസിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പ്രയോജനപ്പെടുത്താം. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇനി അതല്ല ഒരു ഹോസ്റ്റൽ പർപ്പസിനൊക്കെ നമുക്ക് ഇതിനകത്ത് റൂംസ് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്ന ലൊക്കേഷനാണ്. ഇവിടെ ആയിട്ട് അടുത്തൊരു ബെഡ്റൂം ഉണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില എങ്ങനെയായാലും സെൻറ്റിന് ഒരു 20-25 രൂപയ്ക്ക് മേളിലോട്ടുള്ള പ്രൈസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി. നമുക്ക് സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമൊക്കെ കാണാം. ഇത് നമ്മുടെ പിൻവശമാണ്. പിൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് വരുന്നത്. ഇതിനകത്ത് കുറേയധികം മരങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. ഈ ഒരു വലിയ പ്ലാവുണ്ട്. ഇത് തേക്ക് നോക്കി, ഈ കാണുന്നത് പോലെ 1, 2, 3 തേക്കുണ്ട്. അതിൽ ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയൊരു തേക്കാണ്. അതും തരക്കേടില്ലാണ്ട് വലിപ്പമുണ്ട്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ളൊരു മഹാഗണി നമുക്ക് ഫ്രണ്ടിൽ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. നമുക്കിവിടെ ഒരു വീടൊക്കെ ഇനി നിങ്ങൾക്ക് തട്ടിക്കളഞ്ഞ് വെക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിന് ആവശ്യമായിട്ടുള്ള തടികളും അതിൽ കൂടുതൽ തടിയും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടാവും. ഈ പ്ലാവൊക്കെ നോക്കിയാൽ നല്ല വലിയ മരമാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില 1,39,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്.